ഒന്ന് ദിനവൃത്താന്തം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം. ദാവീദിൻ്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ: ആദ്യജാതൻ അമ്നോൻ ജസ്രയേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗശൂർ രാജാവായ തൽമായിയുടെ മകൾ മാക്കായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ. ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ശോബാബ്, നാഥാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിൻ്റെ മകളായ ബത്ശൂവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിശാമ, എലിഫെലത്ത്, നോഗ, നേഫഗ്, യാഫിയ, എലിശാമ, എലിയാദ, എലിഫേലത്ത്, ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണ് ഇവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സോളമൻ്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ: റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോതാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൻ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ: ആദ്യജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കിം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ശല്ലൂം. യഹോയാക്കിമിൻ്റെ മകൻ യക്കോണിയ, അവൻ്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ: ശലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നദബിയ. പെദായായുടെ പുത്രന്മാർ: സെറുബാബേൽ, ഷിമയി. മെശുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ്. ശെലോമിത്ത് അവരുടെ സഹോദരി. ഹശുബ, ഓഹെൽ, ബറക്കിയ, ഹസാദിയ, യശബാഹെസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ: പെലത്തിയ, ഏശയ്യ. ഏശയ്യായുടെ പുത്രൻ റഫായ. റഫായായുടെ പുത്രൻ അർനാൻ. അർനാൻ്റെ പുത്രൻ ഒബാദിയ. ഒബാദിയായുടെ പുത്രൻ ഷെക്കാനിയ. ഷെക്കാനിയായുടെ പുത്രൻ ഷെമായ. ഷെമായായുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെക്കാനിയായ്ക്ക് ആകെ 6 പേർ. നെയാറിയായുടെ പുത്രന്മാർ എലിയോവേനായ്, ഹിസ്കിയ, അസ്രിക്കാം, ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാഷീബ്, പെലായ, അക്കൂബ്, യോഹനാൻ, ദലായ, അനാനി, ഇങ്ങനെ 7 പേർ. 4-ാം അധ്യായം. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ: പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബാൽ. ശോബാലിൻ്റെ പുത്രൻ റയായ യാഹാത്തിൻ്റെ പിതാവാണ്. യാഹാത്തിൻ്റെ പുത്രന്മാർ അഹുമായി, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏതാമിൻ്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ, ഇദ്ബാഷ്. ഹസലെൽ പോനി ഇവരുടെ സഹോദരി. ഗദോറിൻ്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് ഏസർ. ബേത്ലഹേമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അശൂറിന് ഹേല, നാര എന്നു 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ഹാഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, എത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സൊബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു.
അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ശൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിൻ്റെ പിതാവും മെഹീർ എസ്തോൻ്റെ പിതാവുമാണ്. എസ്തോൻ്റെ പുത്രന്മാർ ബത്രാഫ, പാസേയാഹ്, ഈർനഹാഷിൻ്റെ പിതാവായ തെഹിന്ന. ഇവർ റേക്ക നിവാസികളാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായ. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹത്ത്, മെയോനോത്തായ്. മെയോനോത്തായ് ഒഫ്രായുടെ പിതാവ്. യോവാബിൻ്റെ പിതാവാണ് സെരായ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യഫുന്നയുടെ മകനായ കാലെബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹല്ലലേലിൻ്റെ പുത്രന്മാർ സിഫ്, സീഫ, തിറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യതെർ, മേരദ്, ഏഫർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ ബിത്തിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എസ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിന് ഉണ്ടായിരുന്നു. ഇവൾ ഗദോറിൻ്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യക്കൂത്തിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്മ്യനായ കെയിലായുടെ പിതാക്കന്മാരും മാക്കാത്യനായ എസ്തെമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബൻഹാനാൻ, തീലോൻ. ഈശയുടെ പുത്രന്മാർ സോഹെത്ത്, ബൻ സോഹെത്ത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ. ലേക്കായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ. ബേത് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം. കോസേബ നിവാസികൾ യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലെഹമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായിം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിനു വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ഷിമയോൻ്റെ സന്തതികൾ. ഷിമയോൻ്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരീബ്, സേരഹ്, സാവൂൾ. സാവൂളിൻ്റെ പുത്രൻ ഷല്ലൂം. അവൻ്റെ പുത്രൻ മിബ്സാം. അവൻ്റെ പുത്രൻ മിഷ്മ. മിഷ്മായുടെ പുത്രൻ ഹമുവേൽ. അവൻ്റെ പുത്രൻ സക്കൂർ. അവൻ്റെ പുത്രൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല. അവർ ബേർഷബ, മൊലാദ, ഹസാർഷുവാൽ, ബിൽഹ, ഏസം, തോലാദ്, ബത്തുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർക്കാബോത്ത്, ഹസർസൂസിം, ബേത് ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏത്താം, അയിൻ, റിമ്മോൻ, തോക്കൻ, ആശാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണ് ഇവ. മെഷോബാബ്, യംലേക്, അമസിയായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിൻ്റെ പുത്രനായ സെറായായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു, എലിയോവേനായ്, യാക്കോബ, യശോഹിയ, അസായ, അദിയേൽ, യസിമിയേൽ, ബനായ, അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യദായായുടെയും യദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമായയുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിൻ്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവും ആയിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു.
മേൽ പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശ്ശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയിർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു.